മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് പി.വി. അൻവർ എസ് രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു, DMK-യിലേക്ക് ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ശ്രീ എസ് രാജേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. ഈ വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നത് അങ്ങയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ പി.വി. അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഞങ്ങൾ യാദൃശ്യമായി ഒന്ന് കണ്ടുമുട്ടിയതാണ്. എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിയിരുന്ന് അങ്ങനെ ഒരു കാഴ്ചയല്ല, യഥാർത്ഥത്തിൽ യാദൃശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ യാത്രക്കിടയിൽ കണ്ടതാണ്, സംസാരിച്ചു. അതിനിപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പത്രമാധ്യമങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. പരിചയമുള്ള ആളുകളെ കാണുക, സംസാരിക്കുക, ആശയവിനിമയം നടത്തുക. അപ്പോൾ എങ്ങനെയുണ്ട്, എന്താണ്, അതൊരു സ്വാഭാവികമാണ്. എന്തായിരുന്നാലും ഈ DMK എന്ന ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് പി.വി. അൻവർ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിലേക്ക് ക്ഷണിക്കുമല്ലോ. അത് സംഘടനയായോ എനിക്കറിയില്ല. ഒന്ന്, രണ്ട്, പിന്നെ മീഡിയാസിനെ ആരെ എങ്ങോട്ട് വേണേലും പിടിച്ചു കെട്ടാം, അതിലൊന്നും തർക്കമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു നീക്കമോ നിലപാടുകളോ ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സംസാരിച്ചപ്പോൾ എന്നെ ജില്ലയിൽ, സംസ്ഥാനത്ത് ഉടനീളം വനവകുപ്പ് എൻ്റെ കാര്യത്തിൽ, അത് വന്യജീവികളുടെ മറ്റു പ്രശ്നങ്ങളിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമരം നടത്തുന്നുണ്ട്, സഹകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സമരത്തോട് യോജിപ്പുണ്ടോ? സമരമൊക്കെ യോജിപ്പായ കാര്യമാണ്. അതിനെ ഇപ്പോൾ അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയത് കൊണ്ട് അൻവറുടെ കൂടെ കൂടിയെന്നോ അങ്ങനെയൊന്നുമില്ല. അൻവർക്ക് നിലപാടുകളുണ്ട്, അൻവർക്കും എനിക്കും വ്യത്യസ്ത നിലപാടുകളുണ്ട്. അൻവർ എടുക്കുന്ന സമീപനത്തിലും എൻ്റെ സമീപനത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ ഭരണപരമായി വനവകുപ്പിൻ്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എടുത്തിരിക്കുന്നത് ആ രൂപത്തിലാണ്. ഞാൻ എടുത്തിട്ടുള്ളത് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. അതിൽ രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് പാർട്ടി ഉടനെ മാറുമോ എന്നുള്ളതല്ല. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനമെല്ലാം കഴിയട്ടെ. പാർട്ടിക്ക് നമ്മൾ മെമ്പറായിരിക്കുമ്പോൾ നിവേദനം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നടപടി വന്നത്. നടപടി ശരിയോ തെറ്റോ, അത് വസ്തുതയോ ഇല്ലയോ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെമ്പർഷിപ്പ് പുതുപ്പിച്ചില്ല. അത് പുതുപ്പിക്കാതിരിക്കുന്നതിൻ്റെ മെമ്പറായിരിക്കുമ്പോൾ കൊടുത്തതിൽ എന്താണ് നിലപാട്, നടപടികൾ, അത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി എടുക്കേണ്ട തീരുമാനമല്ല, ജില്ലാ കമ്മിറ്റി എടുക്കേണ്ട തീരുമാനമാണ്. അത് ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വം ഇടയ്ക്ക് രാജേന്ദ്രൻ്റെ നിലപാട് സ്വീകരിക്കട്ടെ, മെമ്പർഷിപ്പ് പുതുക്കാനുള്ള അവസരമൊക്കെ നൽകിയിരുന്നു. ഇനി അങ്ങനെ ഒരു പൂർണ്ണമായി തള്ളിക്കളയിലേക്ക് നീങ്ങിയിരുന്നു. അത് പാർട്ടിയുടെ എന്താണെന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് എടുക്കാമല്ലോ. ഇപ്പോൾ ഓരോ വ്യക്തി, ഇപ്പോൾ ഞാൻ പാർട്ടി അംഗമൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു വ്യക്തി പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും സമീപനം സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മൾ ഒരാളെ സംബന്ധിച്ചുള്ള ഒരു നിലപാട് പറഞ്ഞിരുന്നു. ഈ ഇപ്പം മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ, അപ്പോൾ ഈ അൻവറിൻ എടുക്കുന്ന നിലപാടുകളോട് യോജിപ്പുണ്ട്. ഈ വനം വകുപ്പിനെതിരെയാണെങ്കിലും ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളോട് യോജിപ്പുണ്ട്. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ടോ മുഖ്യമന്ത്രിയോ അങ്ങനെയുള്ള ആളുകളോ ഒക്കെ ആയിട്ടുള്ള, അതായത് ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് എല്ലാം ആയി എന്നുള്ളതല്ല, അവരെ കൊണ്ട് എല്ലാം നിയന്ത്രിക്കാൻ പറ്റും. ആ പരിമിതികൾ അൻവർക്കും അറിയാം. പിന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളിൽ എന്തുമാത്രം വസ്തുതയുണ്ടെന്ന് നമുക്കറിയില്ല. മറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, സമരരൂപങ്ങളിൽ വനവകുപ്പിനെതിരെ എടുക്കുന്ന നിലപാടുകൾ നേരത്തെയും ഞങ്ങൾ ആ നിലപാട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഭരണപക്ഷം, പ്രതിപക്ഷങ്ങൾ എല്ലാവരും ആ നിലപാട് എടുക്കുന്നുണ്ട്. അതിൽ അൻവറും ആ സമരത്തിൽ പോകുന്നതിൽ ഒരു വ്യത്യസ്തത എന്താണ് കാണുന്നത്? സ്വാഭാവികമായിട്ടും ക്ഷണിച്ചല്ലോ, അൻവർ പാർട്ടി പുറത്തു പോയതിന്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ സമരത്തിന് കൂടുന്നതിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അതിനിപ്പോൾ അൻവറുടെ പാർട്ടി കൂടി എന്ന് കരുതേണ്ട കാര്യമില്ലല്ലോ. ഈ BJP പ്രവേശനം ഇപ്പോൾ എന്തായി? ഒടുവിൽ നമ്മൾ BJPയിൽ പ്രവേശനമായോ? മെമ്പർഷിപ്പ് എടുത്തോ? അതിപ്പോൾ പത്രക്കാർക്ക് വാർത്തയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം പോരെ? അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ നിൽക്കാം. എന്തായിരുന്നാലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അത് പാർട്ടി നിശ്ചയിക്കേണ്ടതാണ്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ മെമ്പറായിരിക്കുന്ന സമയത്ത് MLA ആയിരിക്കുമ്പോൾ KV ശശിയെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ പറഞ്ഞിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ പേരിൽ നടപടി വരുന്നത്. അത് ശരിയോ തെറ്റോ, വസ്തുത ഉണ്ടോ ഇല്ലയോ, അത് നമ്മൾ ഉൾക്കൊണ്ടു, പാർട്ടിയുടെ നടപടി എന്നുള്ളത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലൊരു നിലപാട് വന്നില്ല. നമ്മളത് ആവർത്തിച്ചു, പിന്നെയും സംസാരിച്ചു. സമ്മേളനത്തിന് വിളിച്ചു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പോയിരുന്നു.
അതിലും നമ്മളെ അവരെ എവിടെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകിയില്ല. പിന്നെ അപ്പോൾ അവരുടെ സാങ്കതികൾ അറിയാം. ഇപ്പോൾ ഇന്ന് മന്ത്രിയുടെ പരിപാടിയുണ്ട്. ഈ മന്ത്രിയുടെ പരിപാടിയിൽ മുൻ MLA എന്ന് പറഞ്ഞാൽ AK മണിക്ക് ശേഷം ഞാൻ MLA ആയ ആളാണ്. അപ്പോൾ AK മണി മുൻ MLA തന്നെയാണ്. പക്ഷേ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇവിടുത്തെ MLA കഴിഞ്ഞാൽ അടുത്ത് മുൻ MLA എന്ന് പറയുന്ന ആൾ ഞാനാണ്. 4 കൊല്ലമായി ഒരൊറ്റ പരിപാടി ഗവൺമെൻറ് പരിപാടിയിൽ പോലും നോട്ടീസ് വെക്കാനോ വെച്ചാൽ ഈ നോട്ടീസ് അംഗീകരിക്കേണ്ടത് MLA ഓഫീസാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ MLA അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ നിലയ്ക്ക് പോകും. അപ്പം ഇപ്പോൾ ഇരിക്കുന്ന MLAക്ക് മുൻ MLA ആരാണെന്ന് അറിയാൻ മേലേ? അല്ലെ അങ്ങേരെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് അറിയില്ലേ? അത് പിന്നെ അല്ലാണ്ട് അതായത് ഊർവിലക്ക് വെച്ചിട്ടുള്ളതുപോലെയല്ലേ 4 കൊല്ലമായിട്ട്. അപ്പോൾ പാർട്ടി മനസ്സിലാക്കുന്നത് എന്താണ്? അവന് പാർട്ടിയുടെ ആനുകൂല്യമോ ഭരണപരമായ ആനുകൂല്യമോ കിട്ടരുത്. പാർട്ടി അത് ചിന്തിക്കുമ്പോൾ ഞാനും അതേപടി അംഗീകരിച്ചു. മതി, നമുക്ക് അതിൻ്റെ ആനുകൂല്യമൊന്നും വേണ്ട. ഒന്നും നമ്മൾ ആരോടും ഒന്നും ചോദിക്കാറില്ല. ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും വേദിയിൽ പോയോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് അതൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ട് വന്ന ആളുകളല്ല. 100 വയസ്സ് വരെയും സ്ഥാനത്തിരുന്നേയും മതിയാവുമെന്ന് കരുതുന്ന ആളുമല്ല. ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സമയം വരുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ഒരു നിലപാട് എടുക്കട്ടെ. പാർട്ടിക്ക് വേണോ വേണ്ടയോ പറയട്ടെ. അതനുസരിച്ച് നമുക്ക് നിലപാടെടുക്കും. പാർട്ടിയുടെ കൂടെയാണല്ലോ ഇപ്പോൾ, എതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടിയെ വിറ്റ് തിന്നുന്നതും കച്ചവടം നടത്തുന്ന ചില നേതാക്കൾ മതി എന്ന് നേതൃത്വം കരുതിയാൽ നമുക്കൊന്നും ചെയ്യാനില്ല. എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ ഒരു നിലപാട്, PV അൻവറിൻ്റെ നിലപാട്. ഇല്ലെങ്കിൽ പാർട്ടിയിലേക്കുള്ള ശ്രമം കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുമ്പോൾ പോലും നടത്തുന്ന സമരങ്ങളോട് ഇല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന സമര നിലപാടുകളോട് യോജിക്കുന്നു. പക്ഷേ പാർട്ടിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയത്ത് സ്വീകരിക്കുമെന്നാണ് S രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാർ, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.